ഒരു റിലേഷൻഷിപ്പ് ബ്രേക്കപ്പ് ആയോ, ഡിവോഴ്സ് ആണോ, വല്ലാത്ത ഏകാന്തതയാണോ, ഒറ്റപ്പെട്ടു പോയോ, ചതിയിൽപ്പെട്ടോ എന്നാൽ നിങ്ങൾക്കുള്ളതാണ് ഈ വീഡിയോ. ഇതൊരു ഷോർട്ട് വീഡിയോ ആണ്. ഇതിൻ്റെ ഡീറ്റെയിൽ വീഡിയോ എൻ്റെ യൂട്യൂബ് ചാനലിലുണ്ട്. എന്നാൽ ഞാൻ നിങ്ങളോട് പറയുന്ന ഒരു കാര്യമാണ്, ഇപ്പോൾ നിങ്ങൾ ഇമോഷണലി അതായത് മെൻ്റലി ഭയങ്കര വീക്കാണ്. അതായത് ഒരു മുറിവ് പറ്റി നമ്മുടെ ശരീരത്തിന് ഹീൽ ചെയ്യാൻ നമ്മൾ സമയം കൊടുക്കില്ലേ, അതുപോലെ തന്നെ മനസ്സിനും ഹീൽ ചെയ്യാൻ സമയം കൊടുക്കണം. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ ചെയ്യരുത്. നമ്പർ 1, ഡോണ്ട് ജമ്പ് ഇൻ ടു അനദർ റിലേഷൻഷിപ്പ്. ഇപ്പോൾ നിങ്ങൾ വളരെ വിഷമിച്ചിരിക്കുന്ന സമയത്ത് നിങ്ങളോട് ഭയങ്കര കൈൻഡ്നസ്സും സ്നേഹവും കാണിച്ചു വരുന്ന ഒരാൾ അല്ലെങ്കിൽ ഒരു സ്ത്രീ അതൊരു മാലാഖയാണെന്ന് നിങ്ങൾക്ക് തോന്നാം. അത് ശരിയല്ല. ദാറ്റ് ഈസ് നമ്പർ 1. നമ്പർ 2, ചിലരുണ്ട് മറ്റേ ആളെ കാണിക്കാൻ വേണ്ടി അടുത്ത ദിവസം തന്നെ ജിമ്മിൽ പോവും, വർക്കൗട്ട് ചെയ്യും, അല്ലെങ്കിൽ പാർലറിൽ പോവും, മേക്ക് ഓവർ ചെയ്യും, പുതിയ ഡ്രസ്സ് വാങ്ങിക്കും, ഹാപ്പിയാണെന്ന് കാണിക്കും, ഇത് സോഷ്യൽ മീഡിയയിലിടും. അങ്ങനെ ചെയ്യരുത്. നമ്മൾ ഈ റിലേഷൻഷിപ്പിൽ ഉണ്ടായിരുന്നപ്പോൾ തന്നെ നമ്മൾ ശ്രദ്ധിക്കാൻ സമയമില്ലാത്ത ഒരാളാണോ ഇപ്പോൾ നമ്മൾ ശ്രദ്ധിക്കാൻ പോകുന്നത്? സോഷ്യൽ മീഡിയയിൽ നമ്മൾ ഇങ്ങനെയൊക്കെ പോസ്റ്റ് ചെയ്താൽ അതിൻ്റെ അർത്ഥം വി വോണ്ട് ദി അതർ പേഴ്സൺ ടു വാച്ച് അസ്, വിച്ച് ഇസ് വെരി ഇമ്മച്യൂർ. അതുകൊണ്ട് ടേക്ക് എ സ്റ്റെപ്പ് ബാക്ക്. ഒരു മാളത്തിലേക്ക് എന്ന പോലെ ഒതുങ്ങിയിരിക്കുക. ചിലപ്പോൾ എല്ലാവരും നിങ്ങൾ കളിയാക്കുമോ, മറ്റേ ആൾ കാണുന്നില്ലല്ലോ, എന്ത് പറ്റി, ബ്രേക്കപ്പ് ഒക്കെ കഴിഞ്ഞ്, കുഴപ്പമില്ല, പറയേണ്ടവർ പറയട്ടെ, നിങ്ങളൊന്ന് മാറിക്കുക. എന്നിട്ട് പൂർവാധികം ശക്തിയോടെ ജീവിതത്തിലോട്ട് തിരിച്ചു വരിക. പിന്നീട് എനിക്ക് പറയാനുള്ളൊരു മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് തിങ്, യാത്രകൾ ഹീലിങ്ങിന് ഒരുപാട് ഹെൽപ്പ് ചെയ്യുന്നതാണ്. അത് നല്ല സുഹൃത്തുക്കളുടെ കൂടെ ആയിരിക്കണം. നിങ്ങൾ നല്ല സുഹൃത്തുക്കളുടെ കൂടെ, നിങ്ങളുടെ നല്ല ഫാമിലി മെമ്പേഴ്സിൻ്റെ കൂടെ, അല്ലെങ്കിൽ അങ്ങനത്തെയുള്ള ആൾക്കാരുടെ കൂടെ നിങ്ങളൊരു ട്രിപ്പ് പോവുക. ഒന്നും അല്ലെങ്കിൽ നിങ്ങൾ സോളോ ട്രിപ്പ് പോവുക. നിങ്ങളുടെ മനസ്സും ശരീരവും അതിന് പാകപ്പെട്ടതാണെങ്കിൽ യു ഗോ ഫോർ സോളോ ട്രിപ്സ്. പക്ഷേ ഒരിക്കലും സ്ട്രേഞ്ചേഴ്സുമായിട്ട് ട്രിപ്സിന് പോകരുത്. ഞാനീ പറയാൻ കാരണം, ഇപ്പോൾ പുതിയൊരു കൺസെപ്റ്റ് ഉണ്ട്. ട്രിപ്പ് പോകാൻ എല്ലാവർക്കും ആഗ്രഹമുണ്ട്, പക്ഷേ അവർക്ക് പോകാൻ പറ്റാത്തത് അവർക്ക് കൂട്ടിനൊരാളില്ലാത്തത് കൊണ്ടാണ്. സോ ഇങ്ങനെ കൂട്ടിലില്ലാത്ത ആൾക്കാരെ എല്ലാവരും ഒത്തൊരുമിച്ച് ട്രിപ്പ് വിത്ത് സ്ട്രേഞ്ചേഴ്സോ അങ്ങനെ പല 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 പേരുകളൊക്കെ പറഞ്ഞ് ഇങ്ങനെ യാത്രകൾക്ക് കൊണ്ടുപോവുക. ഇത് തെറ്റാണെന്ന് ഞാൻ പറയുന്നില്ല. നിങ്ങൾക്ക് യാത്ര പോകാൻ താല്പര്യമുണ്ട്, പുതിയ ആൾക്കാരെ കാണാൻ താല്പര്യമുണ്ട്, സ്ഥലങ്ങൾ കാണാൻ താല്പര്യമുണ്ട്, അങ്ങനെ ചെയ്യുക, പോവുക, വരിക, ജസ്റ്റ് എ ഹൈ ബൈ തിങ്. പക്ഷേ അവിടെ ചെന്ന് വേറെ റിലേഷൻഷിപ്സിലോട്ട് എടുത്ത് ചാടരുത്. അങ്ങനത്തെ ഒരു സിറ്റുവേഷനിൽ എല്ലാവരും നിങ്ങൾക്ക് കാണിക്കാൻ പോകുന്നത് അവരുടെ ഏറ്റവും നല്ല ഫേസ് ആയിരിക്കും. അപ്പോൾ നിങ്ങൾ ഓർക്കും, ദൈവമേ, എൻ്റെ റിലേഷൻഷിപ്പിൽ എനിക്ക് കിട്ടാത്ത സ്നേഹവും കരുതലും ഈ 2 ദിവസം കൊണ്ട് ഈ വ്യക്തിയിൽ നിന്ന് എനിക്ക് കിട്ടിയല്ലോ. സോ ഇറ്റ് ക്യാൻ ഗോ ഈതർ വേസ്. ആണിന് പെണ്ണിനോടും പെണ്ണിന് ആണിനോട് ഒരു പ്രത്യേക അടുപ്പം തോന്നാം. ബട്ട് അത് ഇതിനേക്കാളും വലിയ ചതിക്കുഴിയാണെങ്കിലോ? ഈ ട്രിപ്പ് കൺസെപ്റ്റ് തെറ്റാണെന്നല്ല ഞാൻ പറഞ്ഞത്. ബട്ട് ഇഫ് യു ആർ ഇമോഷണലി അൺസ്റ്റേബിൾ, മെൻ്റലി ഭയങ്കര ഡൗൺ ആണെങ്കിൽ ഇങ്ങനത്തെ ചതിക്കുഴികളിൽ ചെന്ന് ചാടാം എന്ന് മാത്രമേ ഞാൻ പറഞ്ഞുള്ളൂ. സോ ബി വെരി കെയർഫുൾ റിഗാർഡിങ് ദാറ്റ്. ഓക്കെ, ടേക്ക് ടൈം ടു ഹീൽ, റിലാക്സ്. ഞാൻ പറഞ്ഞില്ലേ, ആഞ്ഞ് കുതിക്കുന്നതിന് മുമ്പ് നമ്മൊന്ന് പുറകിലോട്ട് പോകില്ലേ, അതുപോലെ നിങ്ങളൊന്ന് അടങ്ങിയിരിക്കുക, ജസ്റ്റ് റിലാക്സ്. നിങ്ങൾക്ക് പൊട്ടിക്കരയണോ, പൊട്ടിച്ചിരിക്കണോ, സാധനങ്ങളെടുത്ത് വലിച്ചെറിയണോ, എന്ത് വേണമെങ്കിലും ചെയ്തോ. ഇഫ് യു വോണ്ട് ടു ഗോ ഫോർ കൗൺസിലിംഗ്, ഡു ദാറ്റ്. എന്തെങ്കിലും ചെയ്യുക. ഒരു പക്ഷേ നിങ്ങൾക്ക് ചിലപ്പോൾ ഉറക്ക ഗുളികയുടെ സഹായം വേണ്ടി വരുമായിരിക്കും കുറച്ച് ദിവസത്തേക്ക്, അതും ചെയ്യൂ. പക്ഷേ ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങളൊന്നും ചെയ്യരുത്. ആൻഡ് ഇതിൻ്റെ ഡീറ്റെയിൽഡ് വീഡിയോ എൻ്റെ യൂട്യൂബ് ചാനലിലുണ്ട്. സോ പ്ലീസ് ഗോ ആൻഡ് വിസിറ്റ് ദ ചാനൽ. ടേക്ക് കെയർ.